വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 19-ാം അധ്യായം 41 മുതലുള്ള വാക്യങ്ങൾ ആയിരുന്നു. അതിൽ ഒരു വാക്യം മാത്രം ഞാൻ എടുത്തു പറയാം. അവൻ നഗരത്തിന് സമീപിച്ചപ്പോൾ അതിനെ കണ്ട് അതിനെക്കുറിച്ച് കരഞ്ഞു. ഈ നാളിൽ നിന്റെ സമാധാനത്തിനുള്ളത് നീയും അറിഞ്ഞിരുന്നു എങ്കിൽ കൊള്ളാമായിരുന്നു. ഇപ്പോഴോ അത് നിന്റെ കണ്ണിന് മറഞ്ഞിരിക്കുന്നു. നിന്റെ സമാധാനത്തിനുള്ളത് നീയും അറിഞ്ഞിരുന്നു എങ്കിൽ കൊള്ളാമായിരുന്നു. എന്നാൽ ഇപ്പോഴോ അത് നിന്റെ കണ്ണുകൾക്ക് മറഞ്ഞിരിക്കുന്നു. പരിശുദ്ധനായ പരുമല തിരുമേനിയുടെ മധ്യസ്ഥതയിൽ അഭയം തേടി വരുന്ന ജനങ്ങളിൽ ബഹുഭൂരിപക്ഷത്തിൻ്റെയും അടിസ്ഥാനപരമായ പ്രാർത്ഥനയുടെ ഒരു ഘടകം ഈ സമാധാനമാണ്. ഈ സമാധാനം എങ്ങനെയാണ് നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നത്? കർത്താവിൻ്റെ യെരുശലേം ദേവാലയത്തിലേക്കുള്ള പ്രവേശനത്തിൻ്റെ ആദ്യത്തെ 3 സുവിശേഷകന്മാരുടെ അഭിപ്രായത്തിൽ ഇത് കർത്താവിൻ്റെ ആദ്യത്തെ ആഗമനമാണ് യെരുശലേം ദേവാലയത്തിലേക്ക്. എന്നാൽ വിശുദ്ധ യോഹന്നാൻ വായിക്കുമ്പോൾ ഇതിനു മുമ്പ് കർത്താവ് യെരുശലേം ദേവാലയത്തിൽ വന്നതായി കാണുവാൻ കഴിയുന്നുമുണ്ട്. ദൂരെ നിന്ന് യെരുശലേമിനെ കണ്ടു. ആ യെരുശലേമിനെ നോക്കിക്കൊണ്ട് താൻ കരഞ്ഞ കാര്യം രാവിലെ ആരാധന മധ്യേ ഞാൻ പറഞ്ഞതുകൊണ്ട് ഞാൻ ആവർത്തിക്കുന്നില്ല. ദൈവത്തിൻ്റെ സമാധാനം എങ്ങനെ അനുഭവിക്കാം? ഞാൻ എൻ്റെ 2 അനുഭവങ്ങൾ പറഞ്ഞ് കഴിയുമ്പോൾ അതിനുള്ള മറുപടി ഉത്തരം നിങ്ങൾക്ക് ലഭിച്ചിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുക. ഞങ്ങളെ വളരെ സ്നേഹിക്കുകയും ഞങ്ങൾ വളരെ സ്നേഹിക്കുകയും ചെയ്യുന്ന ഒരു കുടുംബം പെരുമ്പാവൂരടുത്ത് കീഴില്ലം എന്ന് പറഞ്ഞ സ്ഥലത്തുണ്ട്. ആ വീട്ടിലെ അപ്പൻ ഒരാശുപത്രിയുടെ പ്രധാന ഡോക്ടർ ആയിരുന്നു. അമ്മ ഡോക്ടർമാരാകുവാനുള്ളവരെ പഠിപ്പിക്കുന്ന പ്രൊഫസർ ഡോക്ടർ ആയിരുന്നു. അവർക്ക് ഒരേ ഒരു മകൻ, 24 വയസ്സ്, ചിൻഡു. അവനും ഡോക്ടറായിരുന്നു. ഈ മകൻ ഡോക്ടറായിട്ട് ജോലി തുടങ്ങിയത് നമ്മുടെ കോലഞ്ചേരി മെഡിക്കൽ മിഷൻ ആശുപത്രിയിൽ ആയിരുന്നു. ഡോക്ടറായി ജോലിക്ക് പ്രവേശിച്ചു. 10 ദിവസം കഴിഞ്ഞപ്പോൾ ദുഃഖ ശനിയാഴ്ചയായിരുന്നു. അടുത്ത ദിവസം ഈസ്റ്ററാണ്. പപ്പയുടെയും മമ്മിയുടെയും കൂടെ ഈസ്റ്റർ കൊണ്ടാടാൻ വീട്ടിൽ വന്ന മകൻ ചിൻഡു തൻ്റെ മോട്ടോർ ബൈക്ക് എടുത്ത് ഒന്ന് കറങ്ങി പോയ വഴിക്ക് തൻ്റെ ഒരു പഴയ സുഹൃത്തിനെ കണ്ടു. 2 പേരും കൂടെ ഒന്നിച്ച് യാത്ര ചെയ്തു. ആ സുഹൃത്തിനെ വീടിൻ്റെ പടിക്കൽ കൊണ്ട് ഇറക്കി വിട്ട് ഡോക്ടർ ചിൻഡു MC റോഡ് വഴി വന്ന് അവരുടെ വീട്ടിലോട്ട് തിരിയുന്നിടം വരികയും കോയമ്പത്തൂരിൽ നിന്ന് ശബരിമലയ്ക്ക് പോയവരുടെ കാറ് വന്നിട്ട് നേരെ ഹെഡ് ഓൺ കൊളീഷനായിരുന്നു. ഡോക്ടറും മോട്ടോർ സൈക്കിളും 2ആയിട്ട് ചിതറിപ്പോയി. കണ്ടു നിന്നവർ ഉടനെ ഒരു കാറ് സംഘടിപ്പിച്ച് ഡോക്ടറെ കോലഞ്ചേരി ആശുപത്രിയിലേക്ക്. അവിടുത്തെ ഡോക്ടറാണ്. പക്ഷേ ആശുപത്രിയുടെ ഗേറ്റ് കടക്കുകയും ഡോക്ടർ അന്ത്യശ്വാസം വലിക്കുകയും ചെയ്തത്
ഒരുപോലായിരുന്നു. ഒരു 2-3 മിനിറ്റ് കൂടെ കിട്ടിയിരുന്നെങ്കിൽ ഒരു പക്ഷേ രക്ഷപ്പെട്ടേക്കുമായിരുന്നു. നടന്നില്ല. അപ്പൻ വേറൊരു ആശുപത്രിയുടെ പ്രധാന ഡോക്ടറാണ്. അപ്പനെ വിവരം അറിയിച്ചു. മകൻ മരിച്ചു എന്ന് പറഞ്ഞില്ല, ഒരു ആക്സിഡൻ്റ് എന്നേ പറഞ്ഞുള്ളൂ. അപ്പൻ വരുന്ന വഴി അപ്പന് ഹാർട്ട് അറ്റാക്ക്. നേരെ കൊറോണറി കെയർ യൂണിറ്റിലേക്ക്, CCUവിലേക്ക്. 3-ാമത്തെ ദിവസം മകൻ്റെ ശവസംസ്കാര ശുശ്രൂഷ. അതിൻ്റെ പിറ്റേ ദിവസം അപ്പൻ്റെയും ശവസംസ്കാര ശുശ്രൂഷ. എനിക്ക് വളരെ പരിചയവും അതിലേറെ കടപ്പാടുമുള്ളൊരു കുടുംബമാണ്. പക്ഷേ ഇതുപോലെ കഷ്ടാനുഭവ ആഴ്ച ഞാൻ ബോംബെയിലായിരുന്നു. അന്ന് മൊബൈലും ഒന്നുമുള്ള സൗകര്യങ്ങളില്ല, ഞാൻ അറിഞ്ഞുമില്ല. ഈസ്റ്റർ കഴിഞ്ഞ്, അന്ന് ട്രെയിനാണ് അധികവും യാത്ര. ഞാൻ തിരുവനന്തപുരത്ത് താമസിക്കുന്ന കാലം. അവിടെ വന്നപ്പോൾ മെസ്സേജ് ഉണ്ടായിരുന്നു, കൂടെ ഉണ്ടായിരുന്നവർ ബുക്കിൽ എഴുതി വെച്ചു. അപ്പം ഞാൻ ഈസ്റ്ററും കഴിഞ്ഞ് ആ ബുധനാഴ്ച വന്ന് ഞാൻ വ്യാഴാഴ്ച നേരെ ഇവരുടെ വീട് തിരക്കി പോവുകയാണ്. ഈ ഡോക്ടർ അമ്മ പല പ്രാവശ്യം ഞങ്ങളുടെ കൂടെ തിരുവനന്തപുരത്ത് വന്ന് താമസിച്ചിട്ടുണ്ടെങ്കിലും ഞാൻ ഒരിക്കലും ആ വീട്ടിൽ പോയിട്ടില്ല. വീടെനിക്കറിയുകയുമില്ല. തിരക്കി പിടിച്ച് ഞാനൊരു 4 മണിയായപ്പോൾ അവിടെ ചെന്നു. ഞാൻ ആ വീട്ടിലേക്ക് നടന്നു ചെല്ലുമ്പോൾ ആ വീട്ടിൽ ആകെ കൂടി അവശേഷിച്ചിരിക്കുന്ന പ്രൊഫസർ ഡോക്ടർ അമ്മ എന്നെ കണ്ടുകൊണ്ട് ഇറങ്ങി വന്നു. ഡോക്ടറെ കണ്ടുടനെ ഞാൻ അറിയാതെ കൈകൂപ്പിപ്പോയി. ഞാൻ കൈകൂപ്പിയത് കണ്ട് ഡോക്ടറും കൈകൂപ്പി. ഞങ്ങൾ 2 പേരും 2 ദിശകളിൽ നിന്ന് കൈകൂപ്പി നടന്ന് അടുക്കുക. നടന്നടുത്തപ്പോൾ ഡോക്ടർ എൻ്റെ കയ്യേൽ കയറി പിടിച്ചിട്ട് പറഞ്ഞു, അച്ഛാ, എനിക്ക് ദുഃഖമുണ്ട്, പക്ഷേ എനിക്ക് നിരാശയില്ല. ഈ സ്ത്രീ ബാക്കി പൂർത്തീകരിച്ചത് എൻ്റെ 2 കരങ്ങളും വലിച്ചുയർത്തി എൻ്റെ തലയുടെ മുകളിൽ കൊണ്ടുവന്ന് 2 കരങ്ങളും ഉലച്ചുകൊണ്ട് ആ ഡോക്ടർ പറഞ്ഞു, ദൈവത്തിൻ്റെ ഇഷ്ടം നടക്കട്ടച്ച എന്ന്. ഡോക്ടർ പിടിവിട്ടു, എൻ്റെ മുമ്പിൽ നടക്കുന്നു. ഞാൻ ഡോക്ടറുടെ പുറകിൽ ഇങ്ങനെ നടന്ന് വീട്ടിൻ്റെ തിണ്ണയ്ക്ക് കയറി, അകത്ത് കയറി എന്നോട് ഇരിക്കാൻ പറഞ്ഞു. ഞാൻ ഇരിക്കുന്നതിന് മുമ്പ് വെറുതെ വലതുവശത്തോട്ട് നോക്കിയപ്പോൾ ആ മുറിയിൽ 2 കട്ടിലുകൾ വെള്ള വിരിച്ച് അതിൻ്റെ നടുക്ക് ഒരു നിലവിളക്ക്, പുലിയാ വിളക്ക് കത്തിക്കൊണ്ടിരിക്കുന്നു. ഞാൻ 1 മണിക്കൂർ നേരമെങ്കിലും ആ വീട്ടിൽ ചെലവഴിച്ച് കാണും. ഈ 1 മണിക്കൂറിനിടയ്ക്ക് പരാതിയുടെയോ പരിഭവത്തിൻ്റെയോ ഒരു വാക്കുപോലും ആ ഡോക്ടർ അമ്മയുടെ വായിൽ നിന്ന് വീഴുന്നില്ല. ഞാൻ ഈ വിവരം അറിഞ്ഞ് ഞാൻ അവിടെ അവരുടെ വീട്ടിൽ ചെല്ലുന്നിടം വരെ ഉണ്ടായിരുന്ന എൻ്റെ ഏക ചിന്ത, ഞാൻ ഈ ഡോക്ടർ അമ്മയെ എങ്ങനെ അഭിമുഖീകരിക്കും? ഞാൻ അവർക്ക് എന്ത് സമാധാനം പറഞ്ഞു കൊടുക്കും? പക്ഷേ എനിക്ക് കൂടി സമാധാനം ലഭിക്കത്തക്കവണ്ണമുള്ള സമീപനവും പ്രതികരണവുമായിരുന്നു ഈ സ്ത്രീയിൽ നിന്ന് ഉണ്ടായത്. അവർക്ക് എന്നോട് ചോദിക്കാം, എന്തുകൊണ്ട് ഒന്നിൻ്റെ പുറകെ ഒന്നായി ഇങ്ങനെ? കേവലം ഒരു 3 ദിവസത്തെ അകലത്തിൽ എന്തിനു മകനെയും അപ്പനെയും വിളിച്ചു? എനിക്കൊരാളെ എങ്കിലും തരാമായിരുന്നില്ലേ? ഒന്നുകിൽ അപ്പൻ, അല്ലെങ്കിൽ മകൻ. ദൈവം സ്നേഹമില്ലാത്തവനാണോ? ദൈവം കരുണയില്ലാത്തവനാണോ?
ദൈവം ക്രൂരനാണോ? ഒരുപാട് ചോദ്യങ്ങൾ മാനുഷികമായി സ്വാഭാവികമായി ചോദിക്കാം. ഒരു ചോദ്യം പോലും ചോദിച്ചു എന്നുള്ളതല്ല, ദൈവത്തിൻ്റെ ഇഷ്ടം നടക്കട്ടെ എന്നുള്ള അവരുടെ ആ സമർപ്പണം. Accepting the will of God is the peace and joy of life. ദൈവഹിതം രണ്ട് കൈയും നീട്ടി സ്വീകരിക്കുന്നതാണ് ജീവിതത്തിൻ്റെ സമാധാനവും ജീവിതത്തിൻ്റെ സന്തോഷവും. നിന്റെ സമാധാനത്തിനുള്ളത് നീയും അറിഞ്ഞിരുന്നു എങ്കിൽ കൊള്ളാമായിരുന്നു. ഇപ്പോഴോ അത് നിന്റെ കണ്ണുകൾക്ക് മറഞ്ഞിരിക്കുന്നു. ഈ രണ്ട് കട്ടിലും സമാന്തരമായിരിക്കുന്നതിൽ രണ്ട് കട്ടിലേലും വേദപുസ്തകമുണ്ട്, നടുക്ക് പൊലിയാ വിളക്കുണ്ട്, എല്ലാമുണ്ട്. ദൈവത്തിൽ ആത്യന്തികമായി ജീവിതം അർപ്പിക്കുന്നവർക്ക് ദൈവീകതയുടെ സമാധാനം അനുഭവിക്കുവാൻ കഴിയുകയുള്ളൂ. രണ്ടാമതൊരനുഭവം കൂടെ ഞാൻ പറയാം. ഞാനൊരു സഭയുടെ ഔദ്യോഗിക ആവശ്യത്തിന് ഒരു വിദേശ യാത്ര ചെയ്യുന്ന വേളയിൽ ഒരു എയർപോർട്ടിൽ, തിരുവനന്തപുരം എയർപോർട്ടിൽ ചെന്നു. ഞാൻ ടിക്കറ്റ് ചെക്ക് ഇൻ ചെയ്യാനായി ലൈനിൽ ക്യൂവിൽ നിൽക്കുമ്പോൾ ഞങ്ങളുടെ സമീപത്തു കൂടി ഒരു സ്ത്രീ വീൽ ചെയറിൽ ഒരു കുട്ടിയെ ഉന്തിക്കൊണ്ട് നടക്കുന്നു. ഈ വീൽ ചെയറിൻ്റെ ഉന്തൽ നിൽക്കുമ്പോൾ ആ കുട്ടി കേൾക്കുന്നവർക്ക് അരോചകമുണ്ടാകുന്ന വിധത്തിൽ ഒരു ശബ്ദമുണ്ടാക്കും. അതുകൊണ്ട് അത് ഉന്തിക്കൊണ്ട് നടക്കുന്ന അമ്മ അത് നിർത്താതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉന്തിക്കൊണ്ട് നടക്കുക. അവരുടെ ഭർത്താവ് ക്യൂവിൽ ഉണ്ടായിരുന്നു, എൻ്റെ തലയ്ക്കലായിരുന്നു. അവർ ചെക്ക് ഇൻ ചെയ്തു, അവർ കയറിപ്പോയി, ലോഞ്ചിൽ പോയി ഇരിക്കാനായി. ഞാനും ചെക്ക് ഇൻ ചെയ്തു. ഞാനും പോയി ഈ ഫ്ലൈറ്റിൻ്റെ സമയമാകുന്നിടം വരെ ഇരിക്കാനായി ഒരു ഒഴിഞ്ഞ കോണിക്ക്, കാരണം ഇത് വെളുപ്പിനെയാണ് ഫ്ലൈറ്റ്. ഒരു മൂലയിൽ പോയി സ്വസ്ഥമായിട്ട് ഞാൻ ഇരിക്കുമ്പോൾ ഈ സ്ത്രീ അതിലെ വീണ്ടും ഈ വീൽ ചെയർ ഉന്തിക്കൊണ്ട് വരുന്നത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഞാൻ അവിടെ ഇരിക്കുന്നത് അവർ കണ്ടില്ല, കണ്ടുകൊണ്ടുമല്ല, പക്ഷെ അതിങ്ങനെ ഉന്തിക്കൊണ്ട് വന്നു. അപ്പോഴെൻ്റെ മനസ്സ് പറഞ്ഞു, അവരോട് ഒന്ന് സംസാരിക്കണം. അപ്പം ഞാൻ എഴുന്നേറ്റ് എന്ന് ചോദിച്ചു, എങ്ങോട്ടാണ് പോകുന്നത്? അവർ പോകുന്ന സ്ഥലം പറഞ്ഞു. അപ്പോൾ തിരിച്ചെന്നോട് ചോദിച്ചു, തിരുമേനി എങ്ങോട്ടാ? ഞാനും പോകുന്ന സ്ഥലം പറഞ്ഞു. അപ്പം ഇങ്ങനെ ഞങ്ങൾ അല്പനേരം വർത്തമാനമൊക്കെ പറഞ്ഞ്, അപ്പോൾ ഒരു സ്നേഹബന്ധത്തിൽ, സുഹൃത്ത് ബന്ധത്തിൽ വന്നു. അപ്പോൾ ഈ സ്ത്രീ, ഈ കുട്ടിക്കുള്ള പ്രശ്നം സെറിബ്രൽ പാൾസി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകുമായിരിക്കും. ബുദ്ധിയുടെ വികാസവുമില്ല, ശരീര അവയവങ്ങൾക്ക് പ്രത്യേകിച്ച് കാലും കൈയും ഒന്നും ഒരു ബലവുമില്ല, ഈർക്കിലി പോലെ ഇരിക്കുക. ജന്മന ഈ വൈകല്യമുള്ളത്. അപ്പോൾ ഈ സ്ത്രീ എന്നോട് ചോദിച്ചു, തിരുമേനി, ഇങ്ങനെ ഉള്ളവരെ പഠിപ്പിക്കുന്ന ഏതെങ്കിലും ഒരു സ്ഥാപനം ഇവിടെ തിരുവനന്തപുരത്തുണ്ടോ? ഞാൻ പറഞ്ഞു, ഞാൻ തിരുവനന്തപുരത്തുണ്ടായിരുന്നുവെങ്കിലും തിരുവനന്തപുരം വിട്ടിട്ടിപ്പോൾ 10-12 വർഷമായി. എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഞാനൊന്ന് തിരക്കി പറയാം. എൻ്റെ കൂടെ തിരുവനന്തപുരത്തെ കാരുണ്യായിൽ പ്രവർത്തിക്കുന്ന അച്ഛൻ്റെ നമ്പർ ഞാൻ തരാം. ഞാൻ പറഞ്ഞിട്ട് വിളിക്കുകയാണ് എന്ന് പറഞ്ഞ് അച്ഛനെ വിളിച്ചാൽ മതി. ഉണ്ടെങ്കിൽ തീർച്ചയായും അച്ഛൻ കണ്ടുപിടിച്ച് തരും. ഞാൻ അറിയാതെ ഒരു ചോദ്യം കൂടെ അങ്ങ് ചോദിച്ചു പോയി. ഹോസ്റ്റൽ കൂടി ഉള്ള ഒരു സ്ഥാപനമാണോ തിരക്കുന്നത്? ആ സ്ത്രീ ഉടനെ തിരിച്ചെന്നോട് ചോദിക്കുക, തിരുമേനി, ഒന്നല്ലേ ഉള്ളൂ, അതിനെ എങ്ങനെ ഹോസ്റ്റലിൽ ആക്കുന്നത്? ഒന്നേ ഉള്ളൂ, ഉള്ള ഒന്നിൻ്റെ അവസ്ഥയാണ് ഈ പറഞ്ഞത്.
സെറിബ്രൽ പാൾസി. അമ്മ സർവ്വസമയം കൂടില്ലെങ്കിൽ അരോചകമായ ശബ്ദം. വീൽ ചെയറിൽ ഇരുത്തിയാൽ ഉരുട്ടിക്കൊണ്ട് നടന്നില്ലെങ്കിൽ അതിൻ്റെതായ ബുദ്ധിമുട്ട്. അപ്പം ഞാൻ അങ്ങ് വല്ലാണ്ടായിപ്പോയി. ഈ ചോദ്യം ഞാൻ ചോദിക്കരുതായിരുന്നല്ലോ എന്ന് തോന്നി. ഒന്നല്ലേ ഉള്ളൂ, അതിനെ എങ്ങനെ ഹോസ്റ്റലിൽ ആക്കുന്നത്? അപ്പം വീണ്ടും എൻ്റെ മനസ്സ് പറഞ്ഞു ആ സ്ത്രീയോട് സംസാരിക്കണമെന്ന്. അപ്പോഴത്തേക്ക് അല്പസമയമായപ്പം ഈ കുട്ടി വീണ്ടും ഈ ശബ്ദം ഉണ്ടാക്കാൻ തുടങ്ങി. അവരാ നിൽക്കുന്നിടത്ത് നിന്ന് തന്നെ വീൽ ചെയർ അനക്കി അതിങ്ങനെ ചലിപ്പിച്ചു. ഞാൻ പറഞ്ഞു, ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങൾ ആയിരിക്കും ദൈവരാജ്യത്തിൽ ദൈവസന്നിധിയിൽ ഏറ്റവും മുൻപന്തിയിൽ കാണുന്നത്. ഞാൻ അവരെ സമാധാനപ്പെടുത്താൻ വേണ്ടി ഒന്ന് പറഞ്ഞത്. ആ സ്ത്രീ എന്നോട് പറയുക, തിരുമേനി, അതുതന്നെയാണ് ഞങ്ങളും വിശ്വസിക്കുന്നത്. ഞാൻ വീണ്ടും ഒരു വാചകം കൂടെ പറഞ്ഞു. ഈ കുഞ്ഞ് ഏറ്റവും സുരക്ഷിതമായ കരങ്ങളിൽ ആയിരിക്കണം എന്ന ദൈവത്തിന് നിർബന്ധമുണ്ടായിരുന്നത് കൊണ്ടാണ് ഈ കുഞ്ഞിനെ നിങ്ങളുടെ കയ്യിൽ തന്നെ ദൈവം തന്നത്. തിരുമേനി, ഞങ്ങളും അങ്ങനെ തന്നെയാണ് വിശ്വസിക്കുന്നത്. അപ്പോഴത്തേക്ക് ഈ കുട്ടി ശബ്ദം കൂട്ടി, തിരുമേനി വരട്ടെ, പ്രാർത്ഥിക്കണേ. ഞാൻ ആ കുഞ്ഞിൻ്റെ തലയിൽ കൈവച്ച് എഴുന്നേറ്റ് പ്രാർത്ഥിച്ചു. അവർ വീൽ ചെയർ ഉന്തിക്കൊണ്ട് പോയി. ഞാൻ ആ കുഞ്ഞിൻ്റെ ഇരിപ്പ് നോക്കിക്കൊണ്ട് ഞാൻ എൻ്റെ സീറ്റിൽ ഇരുന്നു. എൻ്റെ മനസ്സ് എന്നെ വല്ലാണ്ട് നൊമ്പരിപ്പിച്ചു. ഈ സ്ത്രീ പറയുന്നത് പോലെ പറയുവാൻ നിനക്കൊരു ധൈര്യം ഉണ്ടാകുമായിരുന്നു. ഈ കുഞ്ഞുങ്ങൾ, ഇതുപോലെയുള്ള കുഞ്ഞുങ്ങളാണ് ദൈവരാജ്യത്തിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നത്. തിരുമേനി, ഞങ്ങളും അത് തന്നെയാണ് വിശ്വസിക്കുന്നത്. ഈ കുഞ്ഞ് ഏറ്റവും സുരക്ഷിതമായ കരങ്ങളിലായിരിക്കണമെന്നുള്ളത് ദൈവത്തിൻ്റെ ആഗ്രഹമായിരുന്നത് കൊണ്ടാണ് ഇത് മറ്റാർക്കും കൊടുക്കാതെ നിങ്ങളുടെ കയ്യിൽ തന്നെ തന്നത്. ഞങ്ങളും അങ്ങനെ തന്നെയാണ് തിരുമേനി വിശ്വസിക്കുന്നത്. പ്രിയരെ, നാം ആയിരുന്നെങ്കിൽ നമ്മുടെ പ്രതികരണം, നമ്മുടെ സമീപനം ദൈവത്തോട് ഏത് വിധത്തിൽ ആയിരുന്നേനെ ഒന്നേ ഒന്നുള്ളൂ. അതിൻ്റെ അവസ്ഥയാണ് ഞാനിവിടെ നിങ്ങളോട് പറഞ്ഞത്. നിൻ്റെ സമാധാനത്തിനുള്ളത് നീയും അറിഞ്ഞിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു. ആമേൻ.